ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പൊ എങ്ങും കേൾക്കുന്നില്ല. അത് മാത്രമല്ല പ്രതികളെല്ലാവരും തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങി അല്ലേ? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ പരിധിയിലുണ്ടായിരുന്ന ജയിലിലായിരുന്ന ആളുകൾ 10 പേരാണ്. ആ 10 പേരും ഇപ്പോൾ സ്വതന്ത്രരായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ജാമ്യം കിട്ടി പുറത്തു വരാൻ കാരണം അന്വേഷണ സംഘം സെപ്റ്റംബർ മുതൽ അന്വേഷണം ആരംഭിച്ചതാണ്. ഹൈക്കോടതിയുടെ പ്രത്യേകമായിട്ടുള്ള സെലക്ഷനിലാണ് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചത്. അപ്പൊ ഹൈക്കോടതി നിശ്ചയിച്ച ഒരു അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 10 പേര് അവരെല്ലാവരും സ്വാഭാവികമായി ജാമ്യം കിട്ടി പുറത്തു വന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായ ജാമ്യം അവർക്ക് കിട്ടാൻ കാരണം ഈ അന്വേഷണ സംഘം അന്വേഷണ സംബന്ധമായിട്ടുള്ള പ്രതികൾക്കെതിരെ കൊടുക്കേണ്ട കുറ്റപത്രം സമയബന്ധിതമായി കൊടുത്തില്ല എന്നുള്ളതാണ്. 90 ദിവസത്തിനകം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേരിലുള്ള കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ വിചാരണ കാലയളവ് വരെ ഇവര് ചുരുങ്ങിയത് ആ നിലയ്ക്ക് അവർ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പോ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ ജാമ്യം കിട്ടി പുറത്തു വന്നത് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള ഗുരുതരമായ കൃത്യവിലോപമാണ്. അവർക്ക് ഇതുവരെ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 6 മാസമായി ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ട്. ഈ 6 മാസമായിട്ട് അന്വേഷണത്തിന്റെ കുറ്റപത്രം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അത് ഹൈക്കോടതി സമ്മതിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരള ഹൈക്കോടതി തന്നെ നിശ്ചയിച്ച അന്വേഷണ സംഘമായതുകൊണ്ട് ഹൈക്കോടതിക്ക് ആ കാര്യം സമ്മതിക്കുന്നതിൽ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടില്ല. അന്വേഷണ സംഘത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കുറ്റപത്രം കൊടുക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ മുഴുവൻ പുറത്തിറങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. ഇത് അന്വേഷണത്തിന്റെ പരിസമാപ്തി അല്ലെങ്കിൽ അന്വേഷണത്തിനെ തുടർന്ന് ഇനിയുള്ള അതിന്റെ ഫലത്തെ ഗുരുതരമായി ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം തെളിവുകൾ ശേഖരിക്കുന്നതിൽ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കോടതിക്ക് അന്വേഷണ സംഘത്തിനായിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. എന്തുകൊണ്ടാണ് കുറ്റപത്രം വൈകുന്നതെന്ന് ചോദിച്ചാൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ, കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പോ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സർക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, മാത്രമല്ല സോണിയാഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം മരവിപ്പിക്കപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ സ്വർണം കട്ടത ആളുകള്, അത് വിൽക്കാൻ സഹായിച്ചിട്ടുള്ള ആളുകൾ, ഇതൊക്കെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഈ കട്ടവരുടെ കൂട്ടത്തിലും വിറ്റവരുടെ കൂട്ടത്തിലും ഒക്കെ രാഷ്ട്രീയപരമായി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ആൾക്കാരുണ്ട്. അവരെ രക്ഷിക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോ കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇതില് ഒരേപോലെ തന്നെ കുറ്റക്കാരായിട്ട് നിൽക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വിശ്വാസം വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനെ ശരിവയ്ക്കുന്ന സമീപനമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോ സത്യം പറഞ്ഞാൽ എങ്ങും എത്താത്ത ഒരവസ്ഥയിലാണ്. അതിനെന്തെങ്കിലും ഗുണപരമായ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഇപ്പോ നിലവിൽ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള ഈ അന്വേഷണ സംഘത്തിന് മേൽ സർക്കാരിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടല്ലേ, ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടല്ലേ? അല്ലെ, അന്വേഷണ സംഘം അത് അംഗീകരിക്കില്ല, ഹൈക്കോടതിയും അത് അംഗീകരിക്കില്ല. പക്ഷേ വസ്തുത വളരെ കൃത്യമാണ്. ഈ കുറ്റപത്രം വൈകിച്ചുകൊണ്ട് സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളായിട്ടുള്ള പത്മകുമാർ, വാസു അടക്കമുള്ള, ശങ്കരദാസ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജാമ്യം കിട്ടി പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടായത് അന്വേഷണ സംഘം കൃത്യസമയത്ത് കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ടാണ്. ദേവസ്വം ഉദ്യോഗസ്ഥന്മാര്, മുരാരി ബാബു അടക്കമുള്ള ആളുകൾ, അവര് രക്ഷപ്പെട്ടു വരേണ്ടത് ഈ ദേവസ്വം ബോർഡിന്റെ താല്പര്യമാണ്, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാരുടെ താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താല്പര്യം ഇതിനകത്തുണ്ട്. ആ സമ്മർദ്ദം തീർച്ചയായും അന്വേഷണ സംഘത്തിന് മേലുണ്ടായിട്ടുണ്ട്. അതിനെ ഈ കോടതി
ശ്രമിച്ചാലും മറ്റേ അന്വേഷണ സംഘം അത് അംഗീകരിക്കാതിരുന്നാലും വസ്തുത വളരെ വ്യക്തമാണ്. അന്വേഷണ സംഘത്തിന് മേൽ അല്ലെങ്കിൽ അന്വേഷണ സംഘം സർക്കാരിന്റെ താല്പര്യം അനുസരിച്ചാണ് അന്വേഷിച്ചത്. ഈ കേസിന്റെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിന്റെ അകത്താകണമെന്നോ അവർ ശിക്ഷിക്കപ്പെടണമെന്നോ ഉള്ള താല്പര്യമൊന്നും അന്വേഷണ സംഘത്തിനുള്ളതായിട്ട് ഇപ്പൊ നമുക്ക് തോന്നിയിട്ടില്ല. ഇതിന്റെ പിന്നിൽ UDF LDF ടൈപ്പ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം ഇവർ സംഘടിതമായിട്ടാണല്ലോ ഈ പ്രവൃത്തിയൊക്കെ നടന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു പാറ്റേൺ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണല്ലോ. സോണിയാഗാന്ധിയുടെ പേര് വന്നതോടുകൂടി UDFന്റെ ഭാഗത്തു നിന്നുള്ള ഈ പറയുന്ന സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മേലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ നമ്മൾ കാണുന്നില്ലല്ലോ. UDFന്റെ ഭാഗത്തു നിന്ന് എല്ലാ സമരപരിപാടികളും വെച്ചല്ലോ. അതായത് സോണിയാഗാന്ധി ഇതിൽ പ്രതിയാണോ അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഈ പറയുന്ന ആൾക്കാരെ പോയി കണ്ടത്? എന്തിനു വേണ്ടിയായിരുന്നു അവർ കണ്ടത്? എന്തായിരുന്നു സോണിയാഗാന്ധിയെ കാണാനായിട്ടുള്ള താല്പര്യം? അത് വ്യക്തമാവണ്ടേ? ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളെ പോയി കാണുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് യഥാർത്ഥത്തിൽ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് ബാക്ക്ഗ്രൗണ്ട്? ഒരു സാധാരണക്കാരൻ. ആ സാധാരണക്കാരന് സോണിയാഗാന്ധിയെ പോയി കാണാൻ ആൻഡ്രോ ജോസഫും അതേപോലെ അടൂർ പ്രകാശും അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവരുമായിട്ടുള്ള ബന്ധം വളരെ വ്യക്തമല്ലേ? അപ്പോ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDFും ഒരേപോലെ ഈ പറയുന്ന കുറ്റവാളികളാണ് എന്ന സാഹചര്യം വന്നതോട് കൂടിയിട്ട് ഇവർ തമ്മിൽ ഡീല് ഉറപ്പിച്ചു എന്നാണ് മനസ്സിലാവേണ്ടത്. യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF LDF ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം ഈ രീതിയിലേക്ക് എത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോ ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കപ്പെടുമോ? ഈ പറയുന്ന പോലെ കേസന്വേഷണത്തിന്റെ ഒരു ഭാവിയൊക്കെ ഇതാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ഒരു അട്ടിമറിയിലേക്കാണോ നീങ്ങുന്നത്? ഞാൻ അങ്ങനെ കരുതുന്നു. കാരണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നോക്കൂ, എന്ത് തെളിവാണെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്? അത് വ്യക്തമാവണ്ടേ? സ്വർണം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട സ്വർണം എവിടെ? ആ നഷ്ടപ്പെട്ട സ്വർണം ഒരു തൊണ്ടി മുതലായിട്ട് കണ്ടുകിട്ടിയിട്ടുണ്ടോ? ഏത് കളവ് കേസിനെയും സംബന്ധിച്ചിടത്തോളം അതിൽ പ്രതിയെ ശിക്ഷിക്കാൻ തക്ക രീതിയിലുള്ള ഏറ്റവും ശക്തമായ തെളിവ് എന്ന് പറയുന്നത് തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതൽ എവിടെ? അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇവര് അന്വേഷണ സംഘം തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുകയുണ്ടായിരുന്നു, ഇതില് പ്രധാനപ്പെട്ട ചില പ്രതികളിലേക്ക് ഇനിയും അന്വേഷണം എത്താനുണ്ട് എന്ന്. അവര് തന്നെ പറഞ്ഞതായിരുന്നു. ഈ 10 പേര് കൂടാതെ ചില അവരാരാണ്? അവരെ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാതിരുന്നത്? അവരെന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് രഹസ്യമായി ചോദ്യം ചെയ്തത്? എന്തുകൊണ്ടാണ് രഹസ്യമായി ചോദ്യം ചെയ്തത്? ബാക്കി എല്ലാവരെയും പരസ്യമായി ചോദ്യം ചെയ്തു. പത്രക്കാർ അറിഞ്ഞു അവരുടെ ചോദ്യം ചെയ്യുന്ന വിവരം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വിവരം എന്ത് രഹസ്യമാക്കി വെച്ചു? അപ്പൊ ഇതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്, ഒരുപാട് മറച്ചു വെക്കപ്പെട്ട സത്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ശബരിമല കൊള്ളയിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നോ അതിന്റെ സ്വർണം കണ്ടെത്തുമെന്നോ നഷ്ടപ്പെട്ട മുതൽ തിരികെ കിട്ടുമെന്നോ ഒരു വിശ്വാസം ഇപ്പോ എന്നെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു പോരുന്നത്? ഒരു കൃത്യത വരുത്താതെ എന്തുകൊണ്ടായിരിക്കും ഹൈക്കോടതി? അങ്ങനെ ഒരു കൃത്യത വരുത്തേണ്ടതല്ലേ ഹൈക്കോടതി? നോക്കൂ, ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ച് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഹൈക്കോടതിക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. എല്ലാ തരത്തിലും ഹൈക്കോടതിയുടെ ഒരു മോണിറ്ററിംഗ് ദേവസ്വം ബോർഡിന്റെ കണക്ക് പരിശോധിക്കുന്നതിലുണ്ട്. ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ദേവസ്വം ബോർഡ് ഭരണകാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നിലവിൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പോ ദേവസ്വത്തിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു, അതിനെ സംബന്ധിച്ചുള്ള നിരവധി കേസുകൾ ഹൈക്കോടതിയിൽ വരുമ്പോൾ കോടതികളുടെ പലപ്പോഴുമുള്ള നിലപാട് ദേവസ്വം ബോർഡിന് അനുകൂലമായിരുന്നില്ല. ഇപ്പൊ തന്നെ നോക്കൂ, ഡിജിറ്റൽ സർവേ അനുസരിച്ച് ഒരുപാട് ഭൂമി ദേവസ്വം ബോർഡുകൾക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ കേസുകൾ പലതും ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതിയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഹൈക്കോടതി ദേവസ്വം ക്ഷേത്രങ്ങൾക്കോ ക്ഷേത്രങ്ങളുടെ താല്പര്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പുറമേക്ക് അത്ര കണ്ട് വിശ്വസിക്കാവുന്ന നിലപാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പല കേസുകളും ഹൈക്കോടതി ക്ഷേത്ര വിരുദ്ധമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലല്ലേ
ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടുകളിലെ ക്രമക്കേടുകൾ ഹൈക്കോടതി തന്നെ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? എന്ത് നടപടി എടുത്തു? ആ ക്രമക്കേടുകൾ നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെട്ടോ? ആ ക്രമക്കേടിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ പീനലൈസ് ചെയ്യപ്പെട്ടോ? അതിന്റെ പേരിൽ ദേവസ്വം ബോർഡിന് ആരോടെങ്കിലും സമാധാനം പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വലിയ വലിയ ക്രമക്കേടുകളാണ് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്ത് നിലപാടെടുത്തു അതിന്റെ പേരിൽ? ആര് ശിക്ഷിക്കപ്പെട്ടു? ദേവസ്വം ബോർഡുകൾക്ക് അതിന്റെ നഷ്ടപരിഹാരം ലഭ്യമായോ? ഇപ്പോ 5 കോടി രൂപയുടെ അരവണ നഷ്ടപ്പെട്ടു. അതായത് അരവണയില് കീടനാശിനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് സംഭവം ഉണ്ടായി. ആ അരവണ നശിപ്പിക്കാൻ വേണ്ടി 2.5 കോടി രൂപ വേണ്ടി ചെലവാക്കി. ഇതിന്റെയൊക്കെ ഉത്തരവാദികൾ ആരാ? ആ ഉത്തരവാദികളെ ശിക്ഷിച്ചോ? ആ ഉത്തരവാദികളെ കണ്ടെത്തി അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയോ ദേവസ്വം ബോർഡ്? ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഹൈക്കോടതിയെ ഞാൻ അത്ര ഹൈക്കോടതി ഇതെല്ലാം ശരിയാക്കി കൊണ്ടുവരുന്നൊന്നും വിചാരിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല. അതിൽ കൂടുതൽ ഞാൻ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കുറിച്ച്, ഹൈക്കോടതി പോലുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ച് എന്ത് പറയാനാണ്?